ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നു. ഇന്നും നിങ്ങൾ ജഡീകരല്ലോ, നിങ്ങളുടെ ഇടയിൽ അസൂയയും കലഹവും ഉള്ളിടത്തോളം നിങ്ങൾ ജഡീകരും വെറും മനുഷ്യരും അല്ലയോ? പ്രിയമുള്ളവരെ, നമ്മിൽ അനേകർ ആത്മീകർ അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുന്നുവെന്ന് അഭിമാനിക്കുന്നുണ്ടാവും. അതിന് ഉപോദ്ബലകമായി ധാരാളം കാരണങ്ങൾ നമുക്ക് നിരത്തിവെക്കുവാനുമുണ്ടാവും. മുടങ്ങാതെ ആരാധനകളിലും ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നു, നോമ്പ് നോക്കുന്നു, ഏകദിന ത്രിദിന ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നു തുടങ്ങിയ അനേക യോഗ്യതകൾ നമുക്ക് പറയാനുണ്ടാവും. എന്നാൽ താൻ സ്ഥാപിച്ച കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസിന് പറയുവാനുള്ളത്, എന്നാൽ സഹോദരന്മാരെ, ജഡീകന്മാരോട് എന്ന പോലെയും ക്രിസ്തുവിൽ ശിശുക്കളോട് എന്ന പോലെയുമല്ലാതെ ആത്മീകരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. 1 കൊരിന്ത്യർ 3:1. ഏതാണ്ട് 1.5 വർഷം കൊരിന്തിൽ പാർത്ത് മ്ലേച്ഛതയേറെ നടമാടിയിരുന്ന കൊരിന്തിൽ സഭ സ്ഥാപിച്ച അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്ന് യാത്രയാകുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശ്വാസികളുടെ ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടായിരുന്നു. എന്നാൽ അല്പകാലം കഴിഞ്ഞ് അവരോട് പഴയ ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകരോടെന്ന പോലെയാണ് താൻ സംസാരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറയുവാൻ കാരണം അവരുടെ ഇടയിൽ ഉളവായ അസൂയയും പിണക്കവുമാണ്. മറ്റൊരാളെ അംഗീകരിക്കുവാനോ വഹിക്കുവാനോ സഹിക്കുവാനോ കഴിയാതെ വരുമ്പോഴാണ് അസൂയ ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ കരുതുവാനും അവരുടെ സങ്കടങ്ങളിലും കഷ്ടതകളിലും കടന്നു ചെല്ലുവാനും കഴിയാത്തത് അസൂയ ഉളവാകുമ്പോഴാണ്. പിണക്കം സൃഷ്ടിക്കുന്നത് പിശാചാണ്. പിണക്കം സ്നേഹവും സമാധാനവും നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മന്ദിരങ്ങളെ അത് നശിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അസൂയയുടെയും പിണക്കത്തിന്റെയും നടുവിൽ വസിക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട് ആത്മീകർ ജഡീകന്മാരായിത്തീരുന്നു. ദൈവത്തിന്റെ പൈതലേ, ആത്മീകനെന്ന് അഭിമാനിക്കുന്ന നിന്നിൽ അസൂയയും പിണക്കവും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്നിൽ വസിക്കുവാൻ കഴിയുകയില്ലെന്ന് നീ മനസ്സിലാക്കുമോ? നീ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ശേഷം മനുഷ്യരെ പോലെ നീയും ജഡീകനായി മാറുമെന്നോർക്കുമോ? കഴുകിയിടണമേ യേശു